അച്ഛൻ ഈ വിഷയത്തില് ഒരു തരത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഉറപ്പുണ്ട് അവരുടനെ തന്നെ തിരിച്ചു വരും. എനിക്ക് അച്ഛനോടൊരു അപേക്ഷയുള്ളത്, അവര് ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അവരിവിടേക്ക് വരുമ്പോ അച്ഛനായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇല്ല മോളെ, ഇനിയും ഞാനായിട്ട് അവരുടെ ജീവിതത്തിന് ഒരു തടസ്സം ഉണ്ടാക്കില്ല. അതറിഞ്ഞാ മതി അച്ഛ. ഇനിയിപ്പോ അവരെത്തിയില്ലെങ്കിൽ നമുക്ക് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പോലീസ് കേസും അന്വേഷണമൊക്കെ ആയാ നാട്ടുകാരോട് ഇതൊക്കെ അറിയും. അവരെന്തായാലും ഇവിടേക്ക് മടങ്ങി വരും. അപ്പൊ എല്ലാരെയും വിളിച്ചു വരുത്തി നമുക്കായിട്ടത് നടത്തി കൊടുക്കാം. മോള് പറയുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഞാൻ ടെൻഷൻ ഇല്ലാതിരിക്കുന്നത്. എന്തായാലും നീ പറഞ്ഞ പോലെ നമുക്ക് കാത്തിരിക്കാം, എന്നിട്ട് ആലോചിക്കാം ബാക്കി എന്താണെന്ന്. പിന്നെ മോളെ, എന്നെ വിളിച്ച് സംസാരിക്കാൻ അവന് ചിലപ്പോൾ മടിയുണ്ടാവും. നിന്നെ അവർ വിളിച്ചാൽ പറഞ്ഞേക്കണം, അച്ഛൻ അവരോടൊരു ദേഷ്യമില്ലെന്ന്. എത്രയും വേഗം തിരിച്ചു വരാൻ പറയണം. അവരുടെ വിവാഹം ഞാൻ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞെന്നും പറയണം. എനിക്ക് നല്ല പേടിയുണ്ട്. പേടിയോ? എന്തിന്? വിവാഹം കഴിഞ്ഞ കാര്യം അവന്തികേട്ടത്തെ അനക്കൊക്കെ അറിയുമ്പോൾ എന്താ സംഭവിക്കാന്ന് ഓർത്ത്. ഇന്നല്ലെങ്കിൽ നാളെ സന്ദീപ് എന്നെ സ്നേഹിക്കും. അന്ന് നിങ്ങൾ എല്ലാവരും എതിർപ്പൊന്നും പറയാതെ ഇതൊന്നും നടത്തി തന്നാ മതി. അഥവാ അങ്ങനെ ആരെങ്കിലും എതിർപ്പ് പറഞ്ഞ് ഞാൻ സന്ദീപിനെ കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോവും. ഈ വീട്ടിലും ആ മുറിക്കുള്ളിലും എനിക്ക് ശ്വാസം മുട്ടി തുടങ്ങിയിരിക്കുന്നു. എല്ലാം ഉണ്ടായിട്ടും സമാധാനമില്ലെങ്കിൽ പിന്നെന്ത് കാര്യം? എന്നെപ്പോലെ എൻ്റെ മക്കൾ ദുരിതം അനുഭവിക്കരുതെന്നൊരു പ്രതിജ്ഞ എടുത്ത ഇത്രയും കാലം ഞാൻ ജീവിച്ചത്. ആ വാശിയിൽ തന്നെയാ ഇപ്പൊ കാണുന്നതെല്ലാം ഞാൻ ഉണ്ടാക്കിയതും. പുത്രൻ മുജ്ജന്മ ശത്രു എന്ന വാചകം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് സേതുമാധവൻ എന്ന അച്ഛനായിരിക്കും. ആദ്യം നന്ദൻ, പിന്നീട് കുറെ കാലം നീ, ഇപ്പൊ അവൻ. അങ്ങനെ ഓരോരുത്തരായി എന്നിൽ നിന്ന് ഓരോ സമയത്ത് അകന്നുകൊണ്ടിരിക്കുക. അച്ഛാ, സന്ദീപിന്റെ കാര്യത്തിൽ അച്ഛൻ ഇത്ര ഡിസ്പാവണ്ട. അവൻ തിരിച്ചു വരും. മുൻപ് അവൻ ഇതുപോലെ പോയിട്ടുള്ളതല്ലേ? മുൻപ് പോയിട്ടുള്ളത് പോലെയാണോ ഇപ്പോ? ഇപ്പൊ പോയിരിക്കുന്നത് ഒരു പെൺകുട്ടിയെ കൊണ്ടാ. അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ സന്ദീപ് അനഘയും കൊണ്ട് ഒളിച്ചോടി പോയതാണെന്ന്? ഉണ്ട്, വിശ്വസിക്കുന്നുണ്ട്. എന്നേക്കാൾ വിശ്വാസം അവന്തിയേക്കുണ്ട്. അല്ലെങ്കിൽ അവന്തിയേക്ക് എല്ലാം അറിയാമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അനഘയെ കാണാതായി എന്ന് പറയുമ്പോൾ അവന്തിയെ ഈ രീതിയിലാണോ പ്രതികരിക്കുന്നത്? അച്ഛൻ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഏട്ടത്തിയോട് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചൂടെ? എന്തിന്? അതിന് സംശയമല്ല, കുറ്റബോധമാണ് എൻ്റെ മനസ്സ് മുഴുവൻ. ഞാനായി തീരുമാനിച്ച കാര്യം, ഞാനായി ഏറ്റെടുത്ത് നടത്തേണ്ട കാര്യം സന്ദീപും അനഘയുമായി തീർപ്പ് കൽപ്പിച്ചതിന്
അനഘയുടെ കാര്യത്തിൽ വേഗം ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. തീരുമാനം എന്തായാലും എന്റെ മോൻ എന്നോട് പറയും എന്ന് കരുതിയെടുത്ത എനിക്ക് തെറ്റുപറ്റിയത്. അവൻ തീരുമാനിച്ച് അത് നടപ്പിലാക്കി. അച്ഛാ, എനിക്ക് തോന്നുന്നില്ല സന്ദീപ് അങ്ങനെ ചെയ്യുമെന്ന്. തോന്നലല്ല, ഉറപ്പാണ്. ആ ഉറപ്പ് എനിക്കില്ല. അവന്തിക പറഞ്ഞത് നീയും കേട്ടതല്ലേ? സന്ദീപിനെയും അനക്കയും അന്വേഷിക്കണ്ടെന്ന്, കേസും കൊടുക്കണ്ടെന്ന്. അവന്തിക അത്ര ഉറപ്പിച്ച് പറയണമെങ്കിൽ നിന്റെ ഉറപ്പിന് എന്താണ് പ്രസക്തിയുള്ളത്? അല്ലെങ്കിൽ നീ അവരെ രണ്ടുപേരെയും എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്ത്. എന്നിട്ട് നിന്റെ ഉറപ്പ് തെളിയിച്ച് കാണിക്ക്. അതിന് കഴിയാത്ത കാലത്തോളം അവന്തിക പറയുന്നതേ എനിക്ക് മുഖവിലക്കെടുക്കാനാവും. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മുമ്പിലേക്ക് വരുമല്ലോ അവൻ. ഒരു വാക്കിൽ ഞാൻ സമ്മതിക്കേണ്ട ഒരു കാര്യത്തെയാ അവൻ ഇത്രയ്ക്ക് വഷളാക്കിയത്. ഇനി ഞാൻ ഈ പറഞ്ഞതിനൊക്കെ ഒരു മറുവശം കൂടിയുണ്ട്. അവൻ ഇതിനെക്കുറിച്ച് ഒരറിവുമില്ലെങ്കിൽ അവനോടൊപ്പം ഈ വീട്ടിലെ ഒരു പെൺകുട്ടിയെ കൂടിയാ കാണാതായിരിക്കുന്നത്. അതിന് അവൻ സമാധാനം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയേണ്ടി വരും. മുന്നും പിന്നും നോക്കാതെ ഓരോന്ന് ചെയ്യുന്നതിന്റെ പരിണിത ഫലമാ ഇതൊക്കെ. നേരത്തെ പറഞ്ഞ വാശിയിൽ എല്ലാം വെട്ടിപ്പിടിച്ചപ്പോ മക്കളെ നന്നായി വളർത്താൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് വരുന്നതെല്ലാം അനുഭവിക്കുക തന്നെ. അനഘയെ മാറ്റി നിർത്തി അവര് തമ്മിൽ ഒളിച്ചോടിയെന്നൊരു കള്ളക്കഥ മനഃപൂർവ്വമായിട്ട് പറഞ്ഞ് അച്ഛനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക അവന്തികേടത്തി. അത് അച്ഛൻ വിശ്വസിച്ച സന്ദീപ് അനഘയും തിരികെ വരുമ്പോ അച്ഛൻ തന്നെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യും. അർച്ചന പറയുന്ന പോലെ ഏട്ടത്തെയാവോ ഇതിന്റെയൊക്കെ പിന്നിൽ? ഏയ്, അവന്തികേടത്തി സ്വന്തം അനിയത്തി മുൻനിർത്തി ഇതൊന്നും ചെയ്യില്ല. അതുകൊണ്ട് എന്ത് വന്നാലും നീ അവനെ കെട്ടോളൂ എന്ന ശക്തമായ തീരുമാനം എടുത്തതുപോലെ നിന്നെ ചതിച്ച് അവനെ വേണ്ടെന്നുള്ള തീരുമാനവും നീ എടുക്കേണ്ട സമയം ഇത്. ഞാൻ സ്നേഹിച്ചതും ജീവിക്കാൻ ആഗ്രഹിച്ചതും സന്ദീപിന്റെ കൂടെയാ. മറ്റൊരാൾക്ക് മുന്നിൽ താലിക്ക് കഴുത്ത് നീട്ടേണ്ടി വന്ന അത് ആതിരയുടെ മരണത്തിന് തുല്യം. അങ്ങനൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. സന്ദീപിനെ എനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഇന്ന് ഇപ്പൊ ഈശ്വരൻ എനിക്ക് തന്ന ഈ ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ പോവുക. സന്ദീപില്ലാത്തൊരു ജീവിതം ആതിരയ്ക്ക് വേണ്ട. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? വെറുതെ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് തോന്നി. ഞാനും ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാറുണ്ട്. മനസ്സ് അത്രയും തകർന്ന നിമിഷങ്ങളിലത്. അതുപോലൊരവസ്ഥയല്ല മോളെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ചിലപ്പോഴൊക്കെ ചിലരെ അമിതമായിട്ട് സ്നേഹിക്കുന്നതും തെറ്റ് തന്നെയാ മോളെ. നമ്മളോട് കാണിക്കുന്ന സ്നേഹം കപടമാണെന്നും നിലനിൽക്കുന്നതല്ലെന്നും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കെല്ലാം മനസ്സിലായാലും സ്നേഹിക്കുന്നവർക്കത് മനസ്സിലാക്കാൻ വലിയ പാടാ.
അത് മനസ്സിലായി വരുമ്പോഴേക്കും ഈ ഒരു അവസ്ഥയിലാവും എല്ലാവരും. എനിക്കറിയില്ല ഏട്ടാ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിന്ന്. എല്ലാവരെയും പോലെ ഞാൻ ഒരാളെ സ്നേഹിച്ചു, വിശ്വസിച്ചു, അയാളോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിന് പകരമായി എനിക്കെന്നും കണ്ണുനീരെ ഈശ്വരൻ തന്നുള്ളൂ. ജീവിക്കണോ മരിക്കണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയില്ല ഞാനിപ്പോ. ഇതിൽ നിന്ന് എങ്ങനെ കരകയറണമെന്ന് എനിക്കറിയില്ല. ഇതൊന്നും മോളുടെ മാത്രം തെറ്റല്ല. ആദ്യത്തെ നിന്റെ അനുഭവത്തിൽ നിന്ന് തോന്നുന്നത് ഇതല്ല. അറിവില്ല പ്രായത്തിലായാലും അറിയുന്ന പ്രായത്തിലായാലും നടക്കാതെ പോകുന്ന ആദ്യ പ്രണയം എന്നും ഒരു വേദനയായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. ഒരിക്കലും അത് മറക്കാൻ പറ്റുകയില്ല. പിന്നീട് ഒരു നീർക്കുമിളയുടെ ആയുസ് പോലും അതിനില്ലെന്ന് കാലം തെളിയിക്കുകയും ചെയ്യും. മോളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ നീ അതിജീവിച്ചാൽ പിന്നീട് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും നിനക്ക് നിഷ്പ്രയാസം അതിജീവിക്കാൻ പറ്റും. ജീവിക്കണോ മരിക്കണോ എന്ന തോന്നലിൽ നിന്ന് ജീവിക്കണമെന്ന തോന്നലുണ്ടാകുന്നിടത്താണ് എന്നും ശക്തരായ സ്ത്രീകൾ പിറന്നിട്ടുള്ളത്. മരിക്കാൻ ഏത് ഭീരുവിനെ കൊണ്ടും പറ്റും. എന്റെ അനിയത്തി അങ്ങനെ ഒരു ഭീരു അല്ലെന്നാണ് എന്റെ വിശ്വാസം. നീ സന്ദീപിനെ കുറിച്ച് ആലോചിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ആ ആലോചനയിൽ എപ്പോഴും അവൻ മറ്റൊരാളുടെ ഭർത്താവാണെന്ന ബോധ്യം കൂടി വേണം. മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിനെ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്റെ കുഞ്ഞ് തരം താഴരുത്. മറ്റൊരു ജീവിതം, കുടുംബം, അതൊക്കെ നിന്നെ കാലക്രമേണ മാറ്റിയെടുത്തോളൂ. മോൾക്കിനി അതിനെക്കുറിച്ച് മാത്രമായിരിക്കണം ചിന്ത. കേട്ടല്ലോ? സച്ചിൻ എവിടെയായിരുന്നു? താഴെ അച്ഛനോട് സംസാരിക്കായിരുന്നു. അച്ഛൻ എന്താ പറയുന്നത്? എല്ലാവരെയും പോലെ അച്ഛനും അത് വിശ്വസിക്കുന്നുണ്ട്. സന്ദീപ് അനഘയും കൊണ്ട് പോയതാണെന്ന്. സത്യം അറിയാത്ത അച്ഛന്റെ മനസ്സിൽ സാഹചര്യങ്ങളും അനുകൂലമാണല്ലോ. അച്ഛന്റെ മനസ്സിനെയും സാഹചര്യങ്ങളെയൊക്കെ അതിന് അനുകൂലമാക്കിയെന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്? എല്ലാത്തിനും ഒരു പരിധിയില്ല സച്ചേട്ടാ. ഏട്ടത്തി ആയാലും മറ്റാരായാലും ആ പരിധിയിൽ നിന്നുകൊണ്ട് എന്തും ചെയ്യാവൂ. താൻ പറയുന്നത് എനിക്ക് മനസ്സിലായി. അവന്തികേട്ടത്തിക്ക് എന്തോ വലിയ വാശിയായിപ്പോയി ഈ കാര്യത്തില്. അനഘയുടെ ഇഷ്ടം ഏട്ടത്തിയെ വാശിക്കാരിയാക്കി മാറ്റിയെന്ന് പറയുന്നതാ കൂടുതൽ ശരി. അപ്പോ എനിക്കും ആ വാശിയാവാലോ? സച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞ പ്രകാരമാണെങ്കിൽ എന്റെ അനിയത്തിയെ സ്നേഹിച്ച ആളാണ് സന്ദീപ്. സന്ദീപിനും ആതിരെ ഇഷ്ടമാണ്. അതിലെല്ലാം ഉപരി അവരുടെ വിവാഹം കഴിഞ്ഞതുമാണ്. അപ്പോ എന്തുകൊണ്ടും അവന്തിയടുത്തേക്കാളും കൂടുതൽ വാശി കാണിക്കാനും പ്രവർത്തിക്കാനും അവകാശമുള്ളത് എനിക്കല്ലേ? താൻ വാശി കാണിക്കുന്നതിനും ആതിരെ സന്ദീപിന് കൊടുക്കാൻ താൻ കാണിക്കുന്ന ഓരോ പ്രവൃത്തിമേലും ഞാനെതിരെ നിന്നിട്ടില്ലല്ലോ. ഇനിയിപ്പോ തന്റെ വാശിപ്പുറത്ത് എന്തെങ്കിലും ചെയ്താ താൻ ചെയ്യുന്നത് മറ്റാരെങ്കിലും അറിഞ്ഞാൽ കുറ്റം തന്റെ മേലിൽ മാത്രമേ വരൂ. ഇഷ്ടമില്ലാത്ത ഒരാളെ നിർബന്ധിച്ചും കുറുക്കു വഴിയിലൂടെ സഞ്ചരിച്ചും വിവാഹം നടത്തുക പറഞ്ഞാ ഈ ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? ഞാനിതൊക്കെ പറയുമ്പോ സച്ചേട്ടനും കേൾക്കുന്നവർക്കൊക്കെ ഇതൊരു നാത്തും പോരായിട്ടേ തോന്നും. എന്നാ അത്തരം ലാഘവത്തോടെ കാണാൻ പറ്റുന്നതല്ല മുന്നിൽ നടക്കുന്ന ഒന്നും. എടോ, താൻ പറയുന്നൊക്കെ ഞാൻ ശരിവെച്ചു തരാം എന്ന് വെച്ചോ. പക്ഷേ ഇതിലിപ്പോ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാനാ പറ്റാത്തത്? അവന്തിയടുത്തിയെ പോലെ തന്നെ ഇവിടേക്ക് വന്ന ആളാ ഞാനും. ഏടത്തിയെ പോലെ തന്നെ കാര്യങ്ങളൊക്കെ എനിക്കും മനസ്സിലാവും. എല്ലാം മനസ്സിലായിട്ടും പിന്നെയും മൂലയിൽ ഒതുങ്ങിയിരിക്കുന്നതാ എന്റെ തെറ്റ്. അങ്ങനെ മൂല ഒതുങ്ങി നിൽക്കാൻ തന്നോട് ആര് പറഞ്ഞു? തന്നെയോ തന്റെ കുടുംബത്തെ വിഷമിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ താൻ അതിനെ അനുവദിക്കരുത്. അതിനി ആരായാലും. ഇങ്ങോട്ട് എന്താണോ തരുന്നത് അത് തന്നെ അങ്ങോട്ടും.
അതിന് തന്നെ ആരും തടയില്ല. അത്ര അറിഞ്ഞാൽ മതി. മറ്റാരും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും സച്ചേട്ടൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അത് മതി. ഇതുവരെ ഉണ്ടായ ഒരു പ്രതിസന്ധിയോ സമാധാനക്കേടോ ഇല്ലാതെ ആതിരെ സന്ദീപും ഈ വീട്ടിലെ എല്ലാവരുടെ ആശീർവാദത്തോടെ ഒരുമിച്ച് കഴിയണം. അനഘയുടെ മനസ്സിൽ നിന്നും എല്ലാം അനഘ എന്നെ മായ്ച്ചു കളയണം. അവന്തിയെടുത്തിയാവണം അതിന് മുൻകൈ എടുക്കേണ്ടത്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പില്ല ഞാൻ. എടോ, താൻ ആതിരയോട് സംസാരിച്ചിരുന്നോ? അവളെന്താ പറയുന്നേ? ഞാൻ പിന്നെ വിളിച്ചില്ല. അവളുടെ ചോദ്യങ്ങൾക്കും കരച്ചിലിനും ഞാൻ എന്തു മറുപടി പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടുപിടിച്ചിട്ട് അവളോട് സംസാരിക്കാം. അത് പോരാ. താൻ ആതിരയെ വിളിക്കണം, സംസാരിക്കണം. എന്നിട്ട് ആതിരയ്ക്ക് വാക്കു കൊടുക്കണം. ആതിരയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒന്നും സംഭവിക്കില്ല എന്ന്. തന്റെ വാക്കിന്റെ ഉറപ്പിന്മേൽ അവക്ക് സമാധാനം ഉണ്ടാവും. ഇപ്പൊ വിളിക്ക്. എടോ, ഞാനല്ലേ പറയുന്നേ, താൻ വിളിക്ക്. സ്വിച്ച് ഓഫ് ആണല്ലോ. ഹലോ. ആ അമ്മ, ആതിര എവിടെ? അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. സന്ദീപിന്റെ കാര്യം അറിഞ്ഞത് പിന്നെ അവൾ ആ മുറി കയറി ഒറ്റയിരിപ്പ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കുന്നുണ്ടാവും. സമാധാനിപ്പിക്കാവുന്ന വിധത്തിലൊക്കെ ഞങ്ങൾ നോക്കി. അവളെ കേൾക്കണ്ടേ? ആഹാരം കഴിപ്പില്ല, വെള്ളം കുടിയില്ല. അമ്മ, അന്നത്തെ പോലെ അമ്മ ചെന്ന് അവളുടെ കൂടെ ഒന്ന് കിടക്കണം. അതിനവൾ സമ്മതിക്കണ്ടേ? വലുത് മുഖത്ത് നോക്കി പറഞ്ഞാൽ കേട്ട ഭാവം നടിക്കില്ല. എങ്കിലും അമ്മ അവളെ ഒന്ന് നോക്കണം. അവള് വല്ല അബദ്ധവും കാണിക്കാതെ ഒന്ന് നോക്കിയേക്കണം. ഞാനിപ്പോ അങ്ങോട്ട് വരട്ടെ? ഇന്നിനി വരണ്ട മോളെ, ഇത്രയും സമയമായില്ലേ. ഞങ്ങൾ നോക്കിക്കോളാം അവളെ. നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. ഇതോടെ തീർന്നല്ലോ എല്ലാം. അവക്കൊരു കുഴപ്പമുണ്ടാവില്ല. എന്നാ അമ്മ വച്ചേക്ക്. അമ്മ അവളെ ശ്രദ്ധിച്ചേക്കണേ. അമ്മ എന്താ പറഞ്ഞത്? ആതിരവിടെ വാതിലടച്ച് ഒരേ ഇരിപ്പാണെന്ന്. ഒന്നും കഴിക്കാൻ പോലും കൂട്ടാക്കുന്നില്ലെന്ന്. എന്റെ പേടി അതല്ല സച്ചേട്ടാ. ചുറ്റും നിന്ന് എല്ലാവരും സന്ദീപിന്റെ അനഘയുടെ കാര്യങ്ങൾ ശരിവെക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിമിഷം അത് സത്യമാണെന്ന് അവക്ക് തോന്നിയ നമ്മൾ ചെയ്തതും ചെയ്യുന്നതും ഒക്കെ വെറുതെ ആവില്ലേ? അങ്ങനെ അവക്ക് തോന്നരുത്. സന്ദീപിനെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് നമ്മളെക്കാളും ആതിരയാണ്. കാരണം സന്ദീപിന്റെ ഭാര്യയാണ് ആതിര. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കി ഇത് ശരിയാണെന്നും അവസാനം സന്ദീപിന്റെ അനഘയുടെ കാര്യം എടുത്തി വിവാഹത്തിലേക്ക് എത്തിച്ച പിന്നെ നിസ്സാരമാവില്ലൊന്നും. നിയമപരമായി വിവാഹിതനായ ഒരാൾ ആ ഭാര്യയുമായുള്ള ബന്ധം വേർപെടുത്താതെ മറ്റൊരു വിവാഹം കഴിക്കുന്നത് നിയമത്തിന്റെ മുന്നിൽ വലിയ തെറ്റാണ്. നാളെ ഒരു സമയം എന്റെ അനിയനെ എല്ലാവരും അറിയേണ്ടത് ഒരു വിവാഹ തട്ടിപ്പുകാരൻ എന്ന പേരിലാവരുത്. അതിന് എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നത്. മനസ്സിലായി സച്ചേട്ടാ. എല്ലാത്തിനും ഒരു പരിഹാരം ഉടനെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. അതിനെല്ലാം മുന്നേ എനിക്ക് ആതിരെ ഒന്ന് കാണണം. എന്നിട്ട് അവൾക്ക് ഉറപ്പ് കൊടുക്കണം, എന്ത് വന്നാലും അവളുടെ ഭർത്താവിനെ നമ്മൾ തിരികെ കൊടുക്കുമെന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മാഷേ? ചെയ്യാനൊന്നുമില്ല. എത്രയും പെട്ടെന്ന് അജയനുമായിട്ടുള്ള ആതിരയുടെ വിവാഹം നടത്തണം. മറ്റൊരു ജീവിതം കൊണ്ട് ഇനി അവൾക്ക് സന്തോഷമുണ്ടാവൂ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ഇതിനെപ്പറ്റി അവളോട് പറയുന്നത്?
എന്തൊക്കെ നമ്മൾ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അവൾ അവനെ സ്നേഹിച്ചതല്ലേ. അവൻ പക്ഷെ ഇങ്ങനെയൊക്കെ കാണിച്ചെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെയല്ലല്ലോ കമലേ. ഇഷ്ടങ്ങളും രീതികളും മാറാൻ ഒരു ഇടയുടെ ആവശ്യമേ ഉള്ളൂ. അവിടെ സേതുവിന്റെ അവസ്ഥ എന്താണാവോ? അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നല്ലോ ഈ വിവാഹം. എന്തൊക്കെ പറഞ്ഞാലും അത് തന്നെയല്ലേ നടന്നത്. നമ്മൾ ഇനി അതേപ്പറ്റി ആലോചിക്കണ്ട. നമ്മുടെ മോക്ക്